ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന്. ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി. തന്മയിലേക്ക് സ്വാഗതം. തന്മയിൽ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ച് കേൾക്കാം. വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. നമസ്കാരം, എല്ലാവർക്കും തന്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തെ പറ്റിയാണ് കഴിഞ്ഞ എപ്പിസോഡുകളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണത്തിന്റെ പോഷക മൂല്യം എങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാം, അതിന് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും എന്നതിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം വിശപ്പ് മാറുക എന്നൊരൊറ്റ ലക്ഷ്യത്തെക്കാൾ അപ്പുറം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വളരെ കുറഞ്ഞ അളവിലുള്ള ഭക്ഷണം ഏറ്റവും പോഷക മൂല്യത്തോടെ ഏറ്റവും റിച്ച് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അവരുടെ എല്ലാ വളർച്ച ഘട്ടങ്ങളെയും സ്വാധീനിക്കുന്നത് അവർ കഴിക്കുന്ന ഭക്ഷണം കൂടെ ഉൾപ്പെട്ടിട്ടാണ്. അപ്പോൾ അതിന് നമ്മുടെ ഭക്ഷണത്തിൽ പല തരത്തിൽ നമുക്ക് അതിൻ്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രധാന പ്രോസസ്സാണ് മാൾട്ടിങ് എന്ന് പറയും. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും റാഗി മാൾട്ട് എന്നൊക്കെ നമുക്ക് പരിചിതമായൊരു വാക്കാണ്. അപ്പോൾ എന്താണ് ഈ മാൾട്ടിങ്? നമുക്കറിയാം, ഒരു ധാന്യങ്ങൾ പലതും മുളപ്പിക്കുമ്പോൾ അതിൻ്റെ വൈറ്റമിൻസ്, മിനറൽസ് കണ്ടൻസിലും ഒരുപാട് ബയോ അവൈലബിലിറ്റി, അതിൻ്റെ ന്യൂട്രിയൻസിൻ്റെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന കപ്പാസിറ്റി, അതിനുള്ള കഴിവ് കൂടുന്നത് നമുക്കറിയാം. അതുകൊണ്ടാണ് മുളപ്പിക്കുന്നതിന് നമുക്കൊരു പ്രത്യേക ഒരു പ്രകൃതി ചികിത്സയിലൊക്കെ തന്നെയാണെങ്കിലും അത്രത്തോളം ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ റാഗി മാൾട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മുത്താറി ഉണക്കി പൊടിപ്പിച്ച് കുറുക്കാക്കി കൊടുക്കുന്നതിനേക്കാളും ഇരട്ടിയിലധികം ഗുണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൽകാനാകും മാൾട്ടിങ് എന്ന പ്രോസസ്സ് വഴി റാഗിനെ ഒന്ന് മാറ്റം ചെയ്യുമ്പോൾ. അതപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. മുത്താറി നന്നായി കഴുകി വൃത്തിയായി കഴുകി മാറ്റി വെച്ച മുത്താറി ഒരു 12 മണിക്കൂർ കുതിർക്കാനിടുക. അതിനുശേഷം നമുക്ക് നല്ല ഒരു ഉണങ്ങിയ കോട്ടൺ തുണിയിലേക്ക്, പ്യുവർ കോട്ടൺ ആവണ്ട, വെള്ളം ഫുള്ള് വലിഞ്ഞു പോകും. അപ്പോൾ ഒരു സെമി പോളിസ്റ്റർ പോലത്തെ ഒരു തുണിയിലേക്ക് ഒരു കെട്ടിവെക്കുക. അതിൻ്റെ വെള്ളം വലിഞ്ഞു പോകാൻ വേണ്ടി കെട്ടിവെക്കുക. ഒരു 24 മണിക്കൂറിന് ശേഷം അത് തുറന്നു നോക്കിയാൽ മതി. അപ്പോഴത്തേക്കും ഒരു 1/4 ഇഞ്ച് നീളത്തിലൊക്കെ അതിന് മുള വന്നിട്ടുണ്ടാകാം. അതിന് ഏറ്റവും നല്ല വെയിലുള്ള സമയത്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല 1-2 ദിവസം, നല്ല വെയിലുണ്ടെങ്കിൽ ഒറ്റ ദിവസം മതിയാകും, നല്ല രീതിയിൽ അത് ഉണക്കിയെടുക്കുക. അതിനുശേഷം ചെറിയ രീതിയിൽ ഒന്ന് വറുത്തതിന് ശേഷം വേണം നമ്മളിത് പൊടിക്കാൻ കൊടുക്കാൻ. എപ്പോഴും മാൾട്ടഡ് ഗ്രെയിൻസ് ഒന്ന് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം വറുത്തതിന് ശേഷം നമ്മൾ നന്നായി അതിനെ പൊടിച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ അളവ് ഉണ്ടാക്കി അത് നല്ല വൃത്തിയുള്ള മില്ലിൽ പൊടിപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല നൈസ് പൊടിയായിട്ട് കിട്ടാൻ നമുക്ക് എളുപ്പം. അങ്ങനെ പൊടിപ്പിച്ച് വെച്ചത് നമുക്ക് തനിയെ കുറുക്കുണ്ടാക്കി കൊടുക്കാം. അല്ലെങ്കിൽ മറ്റു ധാന്യങ്ങളുടെ കൂടെ, കായപ്പൊടി, ഗോതമ്പ് പൊടി, അതിൻ്റെയൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്ക് പലതരം കുറുക്കുകൾ ഉണ്ടാക്കാൻ ഈ മാൾട്ടഡ് പൗഡർ ഉപയോഗിക്കാം. അപ്പോൾ ഈ മാൾട്ടിങ്ങിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് ഓരോ ധാന്യത്തിലും, ഇപ്പോൾ മുത്താറിയിൽ തന്നെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും ഒക്കെ അവൈലബിലിറ്റി നമുക്ക് ശരീരത്തിലേക്ക് കൂട്ടാനാകും എന്നുള്ളതാണ് ഒന്ന് കാൽസ്യം, അതിലടങ്ങിയിരിക്കുന്ന കാൽസ്യത്തിൻ്റെയും മറ്റ് സോഡിയത്തിൻ്റെയും ഒക്കെ അളവിനെ ഇൻക്രീസ് ചെയ്യാനും, അത് 3-4 ഇരട്ടി വരെ ആ കാൽസ്യത്തിൻ്റെ അളവിലൊക്കെ നമുക്ക് ശരീരത്തിലേക്ക് കിട്ടുന്നതിന് നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ ആൻറ്റി ന്യൂട്രിയൻ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ഘടകം പല ധാന്യങ്ങളിലും അടങ്ങിയിട്ടുണ്ട്. അതായത് പോഷകാകിരണത്തെ തടയുന്ന ചില ഫാക്ടേഴ്സ്, ഫൈറ്റേറ്റ്സ് എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ അളവ് ധാരാളം കുറയുന്നത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മാക്സിമം കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്നുള്ള ബെനിഫിറ്റ് കിട്ടാനും ഈ മാൾട്ടിങ് സഹായിക്കും. പിന്നെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മുത്താറിയൊക്കെ ആണെങ്കിലും കുറച്ചെടുത്ത് നമ്മൾ കുറുക്കുമ്പോൾ തന്നെ അത് വലിയൊരു ബൾക്കിലേക്ക് ഇത് പെട്ടെന്ന് കുറുകി ഒരളവ് കൂടാറുണ്ട് അല്ലേ. മാൾട്ടിങ് ചെയ്ത നമ്മൾ പൗഡറുകൾ അത്ര രീതിയിലേക്ക് ബൾക്ക് അധികം കൂട്ടാതെ നമുക്കൊരു സാധാരണ മുത്താറിപ്പൊടി 1 സ്പൂൺ എടുത്തുണ്ടാക്കുന്ന കുറുക്ക് ഈ മാൾട്ടിങ് പൗഡർ 2 സ്പൂൺ എടുത്താലേ ആ കുറുക്കാവുള്ളൂ. അപ്പോൾ ബൾക്ക് വെറുതെ കൂടാതെ അത് കുഞ്ഞ് ഒരു 4 സ്പൂൺ കുറുക്കാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസ് ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും. കാരണം അത്രത്തോളം പൗഡർ അതുകൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ
അതിൻ്റെ ഒരു ബയോ അവൈലബിലിറ്റി കൂട്ടാനും ഈ മാൾട്ടിങ് വളരെ സഹായകമാണ്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഒരു മാറ്റം ഇങ്ങനെ ഭക്ഷണത്തിൽ വരുത്താൻ അമ്മമാർ ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത് പറയാനുള്ളത്, നമ്മൾ പറഞ്ഞു കഞ്ഞി പയർ ഒക്കെ അല്ലേ അരച്ചു കൊടുക്കുന്നതാണ്. അതായത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഒക്കെ ചേർന്നുള്ള ഏറ്റവും സമീകൃതമായ ആഹാരം അതുതന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അരി തിരഞ്ഞെടുക്കുമ്പം നല്ല തവിടുള്ള അരി തന്നെ, നല്ല തവിടുള്ള നമ്മുടെ നാടൻ കുത്തരി തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് അത്രത്തോളം അരി മതിയാകും. അപ്പോൾ അത് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള അരി തന്നെ. അതിന് നല്ല വിശപ്പുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ഞവരയരി ഉപയോഗിക്കുന്നത് കൊണ്ടും തെറ്റില്ല. നല്ല ശുദ്ധമായ ഞവരയരിയിൽ ഒരുപാട് കലർപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ വളരെ വിശ്വസിക്കാവുന്ന ഒരു ബ്രാൻഡ് ഞവരയരി വാങ്ങിച്ച് അത് കുഞ്ഞുങ്ങൾക്ക് പയറിൻ്റെ കൂടെയൊക്കെ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവരും കേട്ടിട്ടുള്ള പരിചിതമായ ഒന്നാണ് നവധാന്യം അല്ലേ. അപ്പോൾ നവധാന്യങ്ങൾ നമുക്ക് ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാക്കറ്റായിട്ട് എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വാങ്ങിച്ചു കൊടുക്കാറുള്ള ഒരു സംഭവമാണ് നവധാന്യം എന്ന് പറഞ്ഞാൽ. അരി, ഗോതമ്പ്, കടല, എള്ള്, തുവരപ്പരിപ്പ്, ചെറുപയർ, ഉഴുന്ന്, മുതിര, അമരപ്പരിപ്പ് എന്നൊക്കെ പറയുന്ന പലതരം ധാന്യങ്ങൾ ചേരുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു 6 മാസം നമ്മൾ ഫുഡ് കൊടുത്ത് തുടങ്ങുന്ന കുട്ടികൾക്ക് ഒരിക്കലും ഇങ്ങനെ മൾട്ടിഗ്രെയിൻ ആയിട്ടുള്ളത് കൊടുക്കരുത്. ഒരു 1.5-2 മാസം സാധാരണ ഭക്ഷണത്തിലേക്ക് വന്ന് ശീലമായതിനു ശേഷം മാത്രം മൾട്ടിഗ്രെയിൻ, അതിപ്പോൾ അമൃതം പൊടിയാണെങ്കിലും നവധാന്യമാണെങ്കിലും നവധാന്യ കുറുക്കൊക്കെ ആണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ എള്ളും കടലയൊക്കെ ചേരുന്നത് കൊണ്ട് തന്നെ പലതരം ധാന്യങ്ങൾ വരുമ്പോൾ ഒരു ധാന്യത്തിൽ കുറവുള്ളത് മറ്റത് നികത്തുന്നത് കൊണ്ട് ഒരു കംപ്ലീറ്റ് പോഷണം കുഞ്ഞിന് കിട്ടാൻ ഇത്തരത്തിലുള്ള മൾട്ടിഗ്രെയിൻ ഉപയോഗിക്കുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഈ നവധാന്യം ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ നമുക്ക് വീട്ടിൽ തന്നെ നവധാന്യങ്ങൾ കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് കൂടെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് കുറച്ച് ഏലക്ക, ജീരകം, ചുക്ക്, ഒരു 3-4 മണി കുരുമുളക്, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് ഈ മുത്താറിൻ്റെ ഈ നവധാന്യങ്ങളുടെ കൂടെ അല്ലെങ്കിൽ മുത്താറി, ഗോതമ്പ് ഒക്കെ പൊടിപ്പിച്ച് വെച്ചതിൻ്റെ കൂടെ വളരെ കുറഞ്ഞ അളവിൽ ഇത്തരം സ്പൈസസ് ചേർക്കുകയാണെങ്കിൽ ഒന്ന് ടേസ്റ്റിൽ തന്നെ വലിയൊരു വ്യത്യാസം ഉണ്ടാകും. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി ഈസിയായി കഴിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളുടെ ഡൈജഷനെ, ദഹനത്തെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനും ഇത്തരം കുറച്ച് ചുക്കൊക്കെ ചേരുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇതൊന്നും അധികം ആവരുത്. വളരെ കുറഞ്ഞ അളവിൽ 2-3 നുള്ള് നമുക്ക് ആ പൊടികളുടെ കൂടെ ചേർത്ത് വെച്ചാലും ഇതിന് കുറച്ചു നമുക്ക് പ്രോട്ടീൻസും കാര്യങ്ങളും ഒന്ന് ന്യൂട്രിയൻസ് കൂട്ടാൻ സാധിക്കും. അതുപോലെ നമുക്ക് കായപ്പൊടി, മുത്താറിപ്പൊടി, ഗോതമ്പ് പൊടി അതിനോടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിലക്കടല, ബദാം, ഇപ്പോൾ നമുക്ക് കിട്ടാവുന്ന പംകിൻ സീഡ്സ്, കുറച്ച് എള്ള്, ഫ്ലാക്സ് സീഡ്സ്, ഇതെല്ലാം വളരെ കുറഞ്ഞ അളവിൽ ചെറുതായി വറുത്ത് പൊടിച്ച് നമ്മുടെ ഈ ധാന്യപ്പൊടികളിലൂടെ മിക്സ് ചെയ്യുകയാണെങ്കിലും നമുക്ക് പലതരം omega-3 ഫാറ്റി ആസിഡ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ ആ ഒരു ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വളർച്ചയ്ക്ക് വരുന്ന അത്തരം കുറച്ച് ഘടകങ്ങൾ ഈ നട്ട്സിൽ മാത്രം ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളും കൂടെ ചേരുന്നത് കൊണ്ട് അത് നമുക്ക് ആ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കും. നട്ട്സ് ചേർക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, സാധാരണ ധാന്യങ്ങളുടെ മുത്താറിയൊക്കെ എടുക്കുന്നതിൻ്റെ 4-5 മാത്രം മതി. നട്ട്സൊക്കെ വളരെ ന്യൂട്രീഷണൽ റിച്ച് ആയ സംഭവം ആയതുകൊണ്ടും ദഹിക്കാൻ കുറച്ച് സമയം വേണ്ടതുകൊണ്ടുമൊക്കെ അളവ് കുറച്ച് തന്നെ ചേർക്കേണ്ടതാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ കുറുക്കുകളിലും മറ്റും ചേർക്കുന്ന മധുരം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തിരിച്ചറിയുക, കുഞ്ഞുങ്ങൾക്ക് മധുരം ഒരു അത്യാവശ്യ ഘടകമേ അല്ല. മധുരം ഉണ്ടെങ്കിലേ കുഞ്ഞുങ്ങൾക്ക് അതിനുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, എന്നാലേ കുഞ്ഞുങ്ങൾ കുറുക്ക് കുടിക്കുകയുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. അവരുടെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. ആ പ്രായത്തിൽ മധുരം എന്ന് പറയുന്നത് അവർക്കൊരു എസെൻഷ്യൽ വസ്തുവല്ല. നമുക്ക് മധുരത്തിന് വേണ്ടി നമുക്ക് സാധാരണ പഞ്ചസാര, വെല്ലം, നമുക്ക് സാധാരണ കിട്ടുന്ന ശർക്കരയൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് പനങ്കൽക്കണ്ടം, കരിപ്പെട്ടിയൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ശർക്കരയൊക്കെ തിരഞ്ഞെടുക്കുമ്പോഴും ആണെങ്കിലും അധികം വെള്ള നിറത്തിലേക്ക്, ബ്രൗൺ നിറത്തിലേക്കും പോകാതെ കുറച്ചുകൂടെ കറുപ്പ് കലർന്നത് എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. ഇപ്പോൾ കരിപ്പെട്ടിയാണെങ്കിലും പനങ്കൽക്കണ്ടാണെങ്കിലും 100% ശുദ്ധമാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയൊന്നുമില്ല. എന്നാലും സാധാരണ കിട്ടുന്ന പഞ്ചസാരേനേക്കാളും ശർക്കരേനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ അതായിരിക്കുമെന്ന് നമുക്ക് തോന്നും. പിന്നെ മറയൂർ ശർക്കര ഒക്കെ കിട്ടാൻ സാധ്യതയുള്ളവർക്ക് അതൊക്കെ കുഞ്ഞുങ്ങളുടെ കുറുക്കിൽ ചേർക്കുന്നത് കുറച്ചുകൂടെ ശുദ്ധമായ മധുരം ചേർക്കാൻ സഹായകമാവും. നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ അല്പം നെയ്യ്, വെണ്ണ, വെന്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ വിർജിൻ കോക്കനട്ട് ഓയിൽ, ഇതൊക്കെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിൽ കഞ്ഞിയിലോ കുറുക്കിലോ ഒക്കെ ചേർത്ത് കൊടുക്കുന്നതും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഒക്കെ കുഞ്ഞിന് വേഗം ആഗിരണം ചെയ്യാനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലാണെങ്കിലും നമ്മൾക്ക് ഇതൊക്കെ ഇഞ്ചി, പനിക്കൂർക്ക, ചെറിയൊരു കഷ്ണം ഏലക്കയൊക്കെ ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റോടെ വെള്ളം കുടിക്കാനും കുഞ്ഞുങ്ങളുടെ ഒരു ദഹനം മെച്ചപ്പെടുത്താനും ഇത്തരം മരുന്നുകൾ ചെറിയതായി ചേർത്ത് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്.
നമ്മൾ ചേന ഉണക്കിപ്പൊടിച്ച് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, കേൾക്കാത്തവരുണ്ടെങ്കിൽ. ചേനയും നല്ലൊരു ഓപ്ഷനാണ് കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ. അപ്പോൾ നല്ല വെയിലുള്ള ഒരു കാലാവസ്ഥയിൽ ചേന വളരെ നൈസായുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഉണക്കി പൊടിച്ച് വെക്കുക. അപ്പോൾ അത് ഒറ്റയ്ക്ക് ചേർക്കുന്നതിനേക്കാളും മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ റാഗി മാൾട്ടിൻ്റെ കൂടെയും ഗോതമ്പ് പൊടിയുടെ കൂടെയൊക്കെ ചേർത്ത് നമുക്ക് ഈ കുറുക്കിൽ ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് മെച്ചപ്പെടുത്താനും കുഞ്ഞിൻ്റെ മലബന്ധം മാറാനും ദഹനം കൂട്ടാനും ഒക്കെ നല്ലൊരു ഓപ്ഷനാണ് ചേനപ്പൊടി. അപ്പം ഇത്തരത്തിൽ ഒരു അമ്മയുടെ സാമാന്യ ബോധവും യുക്തിയും അനുസരിച്ച് കുഞ്ഞുങ്ങളുടെ ഭക്ഷണം നമുക്ക് വളരെ വെറൈറ്റി ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അല്ലാണ്ട് നമ്മൾ സാധാരണ നാട്ടുനടപ്പ് പോലെയോ കേട്ടറിഞ്ഞതുപോലെയോ മാത്രം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണമെന്നില്ല. ഇനി കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ഒരു തന്മയുടെ ഫോൺ നമ്പർ ഉണ്ട്, 8893656595. ആ നമ്പറിലേക്ക് നമുക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കത് ക്ലിയർ ആക്കി കുഞ്ഞിൻ്റെ അമ്മയുടെ ആരോഗ്യം ഒരുപോലെ മുന്നോട്ട് പോകാൻ നമ്മളെ ഇത് സഹായിക്കും. തന്മയിൽ ഇന്ന് ശ്രോതാക്കൾ കേട്ടത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിന്റെ പോഷക മൂല്യം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിനെക്കുറിച്ചായിരുന്നു. വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി W ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി EJ. തന്മയ ആരോഗ്യപൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോ മാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി.